ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം നോമ്പുകാലം 3-ാം ഞായർ. റോമാലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളും പിന്നെ 5 മുതൽ 8 വരെ വാക്യങ്ങളുമാണ് രണ്ടാമത്തെ വായന. വിശ്വാസത്താൽ നീതിവൽക്കരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുന്നത് ദുർലഭമാണ്. ഒരുപക്ഷെ ഗുണവാന് വേണ്ടി മരിക്കാൻ തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ തിരുവചനം. ഇതിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ സ്വർഗത്തെ കോടതിയോട് സങ്കല്പിച്ചിരിക്കുന്ന ഒരു ഭാഷയിൽ എങ്ങനെയാണ് നമുക്ക് നീതിവൽക്കരണം സംഭവിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. കർത്താവാണ്, ഈശോമിശിഹായാണ് ഒന്നാമത്തെ വക്കീല്, രണ്ടാമത്തെ വക്കീല് പരിശുദ്ധ റൂഹയാണ്. ഞാൻ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ നീതിവൽക്കരണം സ്വർഗത്തിന്റെ കോടതിയിൽ എങ്ങനെയാണ് നമ്മൾ നീതിമാന്മാരെ പ്രഖ്യാപിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ടിട്ടുള്ളവർക്ക് ഇന്ന് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി മനസ്സിലാകും. ഈ 4-ാമത്തെ അധ്യായം വരെ, റോമാലേഖനം 4-ാമത്തെ അധ്യായം വരെ പൗലോസ് ചർച്ച ചെയ്തത് നീതിവൽക്കരണത്തെക്കുറിച്ചാണ്. നമുക്ക് എങ്ങനെ ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായിരിക്കാൻ പറ്റും, നമുക്കെങ്ങനെ നീതിവൽക്കരണം കിട്ടും. ഇവിടെ പറയുന്നത് 5-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ പറയുന്നത് നീതിവൽക്കരിക്കപ്പെട്ടവർ രക്ഷ പ്രാപിക്കുന്ന എങ്ങനെ. നമ്മളെ നീതിമാന്മാരെ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം രക്ഷയാവില്ല. നീതിമാന്മാരെ പ്രഖ്യാപിച്ചാലും രക്ഷ പ്രാപിക്കുന്ന അടുത്തൊരു ഘട്ടമാണ്, അടുത്തൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമാണ് മനുഷ്യരെ നീതിവൽക്കരിക്കുന്നതെന്ന് 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നീതിവൽക്കരിക്കപ്പെടുന്നവര് രക്ഷ ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് ഈ അധ്യായത്തിൽ പറയാം. നീതിവൽക്കരിക്കപ്പെട്ട് ദൈവത്തോട് രമ്യതയിലാകുന്നവർ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടും. കാരണം അവർ ക്രിസ്തുവിന്റെ ഉത്തമ ജീവനിൽ ഇപ്പോഴേ പ്രത്യാശയിൽ പങ്കാളികളാകുന്നു. അപ്പോൾ ക്രിസ്തു നമ്മൾ നീതിമാന്മാരായി പ്രഖ്യാപിച്ചാലും രക്ഷ പ്രാപിക്കുന്നത് നാം ക്രിസ്തുവിൽ ആയിരിക്കുമ്പോഴാണ്. അവന്റെ ഉത്ഥാന ജീവിതത്തിൽ പ്രത്യാശയിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ്. അപ്പൊ ക്രിസ്തു നമ്മൾ നീതിവൽക്കരിച്ചു, നമ്മൾ നീതിമാന്മാരെ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം രക്ഷ പ്രാപിക്കുന്നില്ല. രക്ഷ പ്രാപിക്കാൻ നാം ക്രിസ്തുവിൽ ആയിരിക്കണം, അവന്റെ ഉത്തമ ജീവനിലായിരിക്കണം. ഈ നീതിവൽക്കരണത്തെക്കുറിച്ച് 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ എങ്ങനെ നീതിവൽക്കരിക്കപ്പെടുന്നു പറഞ്ഞല്ലോ. ആ പ്രമേയം ഉപസംഹരിക്കുന്ന വാചകമാണ് ആദ്യത്തേത്. അതായത് സ്നേഹം എന്ന ഒരു പ്രമേയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശ്വാസത്താൽ നീതിവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിശ്വാസത്താൽ നമ്മൾ നീതിവൽക്കരിക്കപ്പെട്ടു. സ്നേഹത്താൽ അത് പുതിയ പ്രമേയം അവതരിപ്പിക്കുക 5-ാമത്തെ അധ്യായത്തിൽ. സ്നേഹത്താൽ നാം യേശുവിന്റെ ഉത്തിത ജീവിതത്തിലായിരിക്കുന്നു. അങ്ങനെ ഉത്തിത ജീവിതത്തിലായിരിക്കുന്നത് പ്രത്യാശയാണ്. ഇപ്പോൾ വിശ്വാസമാണ് പ്രത്യാശ. വിശ്വാസമില്ലെങ്കിൽ പ്രത്യാശയുമില്ല. 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം 8:28, 8:35, 8:37, 8:39 ഒക്കെ പറയുന്നത് ഈ ക്രിസ്തുവിലായിരിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ചാണ്. അഗാപ്പ എന്ന സ്നേഹം വഴി എങ്ങനെ ക്രിസ്തുവിലായിരിക്കുന്നു എന്നതാണ്. ഇതിപ്പം നമ്മൾ 3 കാര്യങ്ങൾ 3 വാക്കുകൾ കേട്ട് കഴിഞ്ഞു. ഏതൊക്കെയാ? വിശ്വാസത്തിൽ നീതിവൽക്കരിക്കപ്പെടുന്നു. 2, വിശ്വാസമാണ് പ്രത്യാശ. 3, ഈ സ്നേഹത്താൽ ഉത്തിതനായി ക്രിസ്തുവിലായിരിക്കുമ്പോഴേ നമ്മൾ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. നീതിവൽക്കരിക്കപ്പെട്ടവർ തന്നെ സ്നേഹത്താൽ ഉത്തിതനായി ക്രിസ്തുവിലായിരുന്നാലേ രക്ഷ പ്രാപിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ 3 വാക്കുകൾ കേൾക്കുകയാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ ഈ 3 ദൈവിക പുണ്യങ്ങൾ, ആ 3 ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ 3 മണികളിൽ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രത്യാശ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നീതിവൽക്കരിക്കപ്പെടുന്നവരിലേക്ക് ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവ ചൊരിയപ്പെടുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരില്ലേ? അയ്യേ, ഇതാണോ ദൈവം നമ്മിലേക്ക് ചൊരിയുന്നത്? എന്തുകൊണ്ട് ലോകസമാധാനം കർത്താവ് കൊണ്ടുവന്നില്ല? എന്തുമാത്രം യുദ്ധങ്ങളാണ് നടക്കണം, ഇപ്പോഴും യുദ്ധം നടക്കണം. അപ്പൊ എന്തുകൊണ്ട് ഒരു ലോകസമാധാനം ദൈവം യേശു ഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ല? സാർവത്രികമായ ഐശ്വര്യമോ സമ്പൽ സമൃദ്ധിയോ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല?
കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ലോകം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? യേശു എന്താണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? യേശു എന്താണ് ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ സകല സ്ഥലത്തും കാണാണ് യുദ്ധവും, പലതരത്തിലുള്ള യുദ്ധങ്ങൾ, തർക്കങ്ങൾ, പോരാട്ടങ്ങൾ. അപ്പൊ യേശു എന്താണ് കൊണ്ടുവന്നത്? സത്യം പറഞ്ഞാൽ വളരെ ലളിതമാണ് ഉത്തരം. യേശു കൊണ്ടുവന്നത് ദൈവത്തെയാണ്. സത്യദൈവത്തെ, ഏക സത്യദൈവത്തെയാണ് യേശു ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്. തന്റെ മുഖത്തെ മറച്ചിരുന്ന തിരശ്ശീല സാവകാശം കുറച്ചൊന്ന് നീക്കിയിട്ട് അബ്രഹാമിനും പിന്നെ മോശയ്ക്കും പ്രവാചകന്മാർക്കും പിന്നെ ജ്ഞാനഗ്രന്ഥത്തിലും ഒക്കെ ചെറുതായിട്ട് വെളിപ്പെടുത്തിയ ആ ദൈവത്തെ, ചെറിയ തോതിൽ ഇങ്ങനെ ആ വിരിന്ന് കുറച്ച് മാറ്റിയിട്ട് വെളിപ്പെടുത്തിയ ദൈവത്തെ ഭൂമിയിലേക്ക് മൂർത്തമായി കോൺക്രീറ്റ് ആയിട്ട് കൊണ്ടുവന്നത് യേശുവാണ്. പുറജാതിക്കാരുടെ മതങ്ങളിൽ, ഹിന്ദു മതത്തിലോ ബുദ്ധമതത്തിലോ ഇസ്ലാമിലോ ഒക്കെ ദൈവത്തിന്റെ മുഖം നിഴൽ രൂപത്തിൽ കാണാൻ കഴിയുന്നുണ്ടാകാം. ഇസ്രായേലിൽ മാത്രം അത് വളരെ നിയതമായി വെളിപ്പെടുത്തിയ മുഖം. അങ്ങനെ മുഖം വെളിപ്പെടുത്തിയ ദൈവത്തെ ശരിക്കും ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, എല്ലാവർക്കുമായി കൊണ്ടുവന്നത് യേശുവാണ്. അതിനാൽ ഈ ലോകത്തില് നമ്മൾ മനുഷ്യർ നടക്കേണ്ട പാത ഏതെന്ന് കൃത്യമായി കർത്താവ് പഠിപ്പിച്ചു തന്നു. നമുക്കിപ്പോൾ അതറിയാം. യേശു ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ അതോടൊപ്പം നമ്മുടെ ഉത്ഭവം, നമ്മുടെ ഭാഗതയം, ഡെസ്റ്റിനി എന്നിവയെക്കുറിച്ചുള്ള സത്യവും കൂടെ കൊണ്ടുവന്നു. ആ നമ്മുടെ ഉത്ഭവം, നമ്മൾ എവിടേക്ക് പോകുന്നു, നമ്മൾ ഇവിടെ എന്തിനായിരിക്കുന്നു, ഈ കാര്യങ്ങളാണ് നമ്മൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ 3 വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഉത്ഭവം എവിടെ നിന്നാണ്, നമ്മൾ ഇവിടെ എന്തിനായിരിക്കുന്നു, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ അന്ത്യം എന്താണ്, ഈ 3 കാര്യങ്ങളും ഈ യേശു ഏകസത്യ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി. അയ്യേ, ഇത്രയും വെളിപ്പെടുത്തിയുള്ളൂ, ഇതിനാണോ ദൈവം മനുഷ്യനായി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കാം. നമ്മളങ്ങനെ ചോദിക്കുന്നതിന് കാരണം ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയെ വളരെ ചെറുതായി കാണുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയകാഠിന്യം മൂലമാണ്. ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്. കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? കടുകുമണി പോലെയാണ്. കടുകുമണി വളരെ ചെറുതാണത്. പെട്ടെന്ന് നമുക്കതിനെ ഇഗ്നോർ ചെയ്യാം, ഇല്ലേ, അവഗണിക്കാം, തഴയാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. നമ്മൾ കർത്താവിന്റെ ഉത്ഥാനം നോക്കിയാൽ ഒരു കടുകുമണി പോലെയായിരുന്നു. കുറച്ചു പേർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. കുറച്ചു പേർക്ക് പീലാത്തോസിന് പ്രത്യക്ഷപ്പെട്ടോ, ഹേറോദോസിന് പ്രത്യക്ഷപ്പെട്ടോ, മഹാപുരോഹിതന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടോ. ഇപ്പൊ നമുക്ക് വേണം എല്ലാ മുസ്ലിംസിനും എല്ലാ ഹിന്ദുക്കൾക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ടാൽ ഒറ്റയടിക്ക് അങ്ങ് അവരൊക്കെ മാനസാന്തരപ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയല്ല ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞത് ദൈവരാജ്യം കടുകുമണി പോലെയാണ്, ചെറുതാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അതുകൊണ്ട് അതിന്റെ സാഹചര്യം വരുമ്പോൾ അത് പൊട്ടി മുളയ്ക്കും. വചനത്തിന് ജീവൻ വയ്ക്കും. വചനം പൊട്ടി മുളയ്ക്കും. വീണ്ടും ഇല്ലേ, കർത്താവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രാണവേദനയിൽ കടന്നു പോകുന്നു. എല്ലാവരും കൂടി കർത്താവിന്റെ സ്നേഹത്തെ ചവിട്ടിമെതിക്കുന്നു, കർത്താവിന്റെ സഭ ചവിട്ടിമെതിക്കുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ വീണ്ടും ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. ഈ ലോകത്തെ കീഴടക്കുന്നതും ദൈവത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ഈ ലോകത്തെ കീഴടക്കാൻ വന്ന എന്തുമാത്രം ആളുകൾ അവരൊക്കെ ഇല്ലാണ്ടായിപ്പോയി. അവരൊന്നും വിജയിച്ചില്ല. അപ്പോൾ ഈ നീതിവൽക്കരിക്കപ്പെടുന്നവരിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ചൊരിയപ്പെടുന്നത് ഈ 3 കാര്യങ്ങളിലൂടെയാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ചുരുക്കത്തില് നീതിവൽക്കരിക്കപ്പെടുന്നവർ വിശ്വാസത്താൽ ദൈവവുമായി സമാധാനത്തിൽ ജീവിക്കുന്നു. മാത്രമല്ല അവന്റെ കൃപയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. അങ്ങനെ നീതിവൽക്കരിക്കപ്പെടുന്നവർ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ തങ്ങളെ കാത്തിരിക്കുന്ന ദൈവിക തേജസ്സിനായി അവർ പ്രത്യാശയിൽ ദാഹിക്കുന്നു. കാത്തിരിക്കുന്ന ആ തേജസ്, പരിശുദ്ധാത്മാവിന്റെ ഉപവി അഥവാ സ്നേഹം തങ്ങളിൽ വസിക്കുന്നുവെന്ന് സ്നേഹത്തിലൂടെ അവർ പ്രകടിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 18:13. ഇങ്ങനെ സജ്ജമാക്കപ്പെട്ട വിശ്വാസികൾക്ക് വേദനയിലൂടെയും സകല ശക്തിയിലൂടെയും ക്രിസ്തുവിനോട് കൂടുതലായി ഐക്യപ്പെടുവാൻ കഴിയുന്നു. അവർ ഇഹലോകത്തും പരലോകത്തും ക്രിസ്തുവിന്റെ കൂടെയാണ്. 1 കൊരിന്ത്യർ 13:13 അതാണ് അവസാനം പറയുന്നത്, സ്നേഹത്തിന്റെ വിജയം. വിശ്വാസം, പ്രത്യാശം സ്വർഗത്തിൽ വേണ്ട. കാരണം അവിടെ കർത്താവ് ദൈവത്തെ നേരിട്ട് കാണുക. പക്ഷെ അവിടെ സ്നേഹം വേണം. അതുകൊണ്ടാണ് വിശ്വാസം, പ്രത്യാശം ഇല്ലാണ്ടാകും, സ്നേഹം ഒരിക്കലും ഇല്ലാണ്ടാകില്ല എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 13:13 പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങളാണ് ഇതിലത്തെ ഓരോ വാക്യങ്ങളിലും കിടക്കുന്നത്. നമ്മൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, നമ്മൾ പോകുന്നില്ല. ഈ 2 വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
ഈ 1-ാമത്തെ വാക്യത്തില് വിശ്വാസത്താൽ നീതിവൽക്കരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്തിൽ നീതിവൽക്കരിക്കപ്പെട്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 1-ാമത്തെ അധ്യായം, റോമാലേഖനം 1-ാമത്തെ അധ്യായം 18 മുതൽ 4-ാമത്തേത് 25 വരെ അതാണ് ചർച്ച ചെയ്യുന്നത്. അത് ഞാൻ ചെറിയ തോതിൽ ഞാനൊരു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുള്ളത് കൊണ്ടാണ് ഇപ്പൊ ആവർത്തിക്കാത്തത്. പിന്നെന്താ പറയുന്നത്? അപ്പൊ വിശ്വാസം നീതിവൽക്കരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി. പൗലോസ് ഈ അങ്ങനെ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദസന്ധിയാണിത്. റോമാലേഖനം 5:2, 5:9, 5:11, 5:17, 5:21, 1:5, 2:16 അത് ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു വഴി. ദൈവപിതാവിന്റെ രക്ഷാ പദ്ധതിയില് ക്രിസ്തുവിന്റെ മാധ്യസ്ഥന്റെ പ്രാധാന്യം ക്രിസ്തു വഴിയാണ്. മാധ്യസ്ഥന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് പൗലോസ്. മരിച്ചവരിൽ ഉത്ഥാനം ചെയ്യുകയും കർത്താവായ ദൈവപിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്ന ക്രിസ്തു ഇപ്പോൾ ഈ മാധ്യസ്ഥമാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ലത്തീൻ സഭയിലെ കുർബാനയിലൊക്കെ എന്താണ് കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കൈക്കൊള്ളണമേ, കർത്താവായ യേശുക്രിസ്തു വഴി, നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി. ഈ പ്രയോഗത്തോടെയാണ് ലിറ്റർജിയിൽ പ്രാർത്ഥനകൾ മിക്കവാറും എല്ലാ പ്രാർത്ഥനയും സമാപിക്കുന്നത്. അത് പൗലോസിന്റെ ഈ പ്രയോഗത്തിന് എടുത്തതാണ്, കർത്താവായ യേശുക്രിസ്തു വഴി. അപ്പോൾ ദൈവപിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വഴിയാണ് നമ്മൾ ലിറ്റർജി ദൈവപിതാവിന് സമർപ്പിക്കുന്നത്, പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. കർത്താവാണ് മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവപിതാവിനോട് നമുക്ക് സമാധാനമുണ്ട്. നീതിവൽക്കരണത്തിന്റെ ആദ്യ ഫലം എന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സമാധാനം. പാപത്തിന്റെ ഫലമായിട്ട് നമ്മൾ ദൈവമായിട്ട് പിണങ്ങാണ്, ദൈവമായി അകലാണ് പാപം. നീതിവൽക്കരണത്തിലൂടെ രമ്യതപ്പെട്ട് അനുരഞ്ജനം സാധ്യമാകുന്നതിനാൽ പിണക്കം മാറി ഇണക്കം വരുന്നു. നമുക്ക് ദൈവമായി സമാധാനത്തിലായിരിക്കാം എന്ന് ചിലപ്പോൾ മൊഴിമാറ്റം ചെയ്യാറുണ്ട്. അതിനേക്കാളും വലിയൊരു ആഹ്വാനമാണ് പൗലോസ് പറയുന്നത്. നീതിവൽക്കരണത്തിന്റെ അനന്തര ഫലമാണ് സമാധാനം. നമുക്ക് സമാധാനം ഉണ്ട്. കർത്താവ് നമ്മൾ നീതിവൽക്കരിച്ചതിനാൽ നമുക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് ദൈവമായി സമാധാനത്തിലായിരിക്കാം എന്നൊരു ആഹ്വാനമല്ല, അത് ഒരു പ്രഖ്യാപനമാണ്. നമുക്ക് സമാധാനമുണ്ട്, കാരണം അവൻ നമ്മളെ നീതിവൽക്കരിച്ചിരിക്കുന്നു. ഈ സമാധാനം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ഇണക്കമാണ്. പിണക്കം മാറി ഇണക്കം. ആ ഇണക്കമാണ് നമ്മുടെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കേണ്ടത്. ദൈവമായിട്ട് ഇണങ്ങി ജീവിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇപ്പൊ ഈ സമാധാനമൊക്കെ പറയുമ്പോൾ ചുറ്റും എല്ലാവിടെയും നമുക്ക് ആകുലതകളാണ്, ഉത്കണ്ഠകളാണ്. കാരണം യുദ്ധമാണ്. പ്രത്യേകിച്ചും നമ്മളിൽ നിന്ന് കുറെ പേര് താമസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പേടിച്ചാണ്. അപ്പൊ നമുക്ക് എന്ത് സമാധാനം ഉണ്ടെന്നാ പറയുക? കർത്താവ് ഈശോമിശിഹ എവിടെയാണ്? ഇപ്പൊ ഈ സുവിശേഷം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ എന്നൊക്കെ തോന്നും. അപ്പൊ യുദ്ധമാണ് ജയിച്ചു നിൽക്കുന്നത്, ഈ യുദ്ധം ചെയ്യുന്നവരാണ് ജയിച്ചു നിൽക്കുന്നത്, ദൈവത്തിന് ഇവിടെ റോൾ ഇല്ല, ദൈവം തോറ്റ് തുന്നമ്പാടി നിൽക്കുകയാണ് എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ വാസ്തവത്തിൽ ദൈവം തന്നെയാണ് ജയിക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവമൊട്ടൊന്ന് ഇണങ്ങണം. ഈ ദൈവമൊട്ട് വളരെ അകലെ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് ശത്രുവായിട്ട് കാണാൻ പറ്റും. നമ്മൾ ദൈവത്തോട് ഇണങ്ങിയാണ് ജീവിക്കുന്നെങ്കിൽ അവന്റെ പരിപാലന, അവൻ എങ്ങനെയാണ് ലോകത്തെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുന്നവർക്കുള്ള 3 ഗുണങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർക്ക്, സ്നേഹത്തിലായിരിക്കുന്നവർക്ക്, പ്രണയത്തിലായിരിക്കുന്നവർക്ക് ഉള്ള പ്രണയത്തിന്റെ 3 വശങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവമായിട്ട് ഇണക്കത്തിലായിരിക്കാൻ, പ്രണയത്തിലായിരിക്കാൻ, സ്നേഹത്തിലായിരിക്കാൻ ഈ നോമ്പുകാലം നമുക്ക് സാധിക്കട്ടെ. ഈ പാപത്ത് പിന്തിരിയാന്നൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു നിഷേധാത്മക രീതിയാണ്. പ്രസാദാത്മക രീതി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഇണക്കത്തിൽ ജീവിക്കുക. പാപം ചെയ്യുമ്പോൾ പിണക്കത്തിലാണ്. ആ പിണക്കം മാറി ഇണക്കത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ സകല സംഗതികൾക്കും ദൈവം കാണുന്ന ലക്ഷ്യം കാണാൻ നമുക്ക് പറ്റും. എനിക്കത് വിശദീകരിക്കാൻ പറ്റും, പക്ഷെ അത് നീണ്ടു പോകുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ പോകുന്നില്ല. നമുക്കൊരു ഹോമിലിയുടെ ചട്ടക്കൂടിൽ പറയാൻ പറ്റുന്ന സംഗതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാത്തത്. അതിനാൽ ഈ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ആ വലിയ സത്യത്തെ, അതായത് നമ്മുടെ ഉത്ഭവം, ഈ ലോകം നമ്മൾ എന്തിനായിരിക്കുന്നു, നമ്മൾ എവിടേക്ക് പോകുന്നു, ഈ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവമായിട്ട് ഇണക്കത്തിൽ, പ്രണയത്തിൽ ജീവിക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.